സ്വപ്നങ്ങൾക്ക് അതിരുകളില്ലെന്നും കഠിനാധ്വാനവും സമർപ്പണവും കൊണ്ട് അസാധ്യമെന്ന് തോന്നുന്ന ലക്ഷ്യങ്ങൾ പോലും നേടാമെന്ന് തെളിയിക്കുന്ന ഒരു യാത്ര. 1965 സെപ്റ്റംബർ 19 അമേരിക്കയിലെ ഒഹായോയിൽ യൂക്ലിഡിൽ ജനിച്ച ഒരു സാധാരണ പെൺകുട്ടിയിൽ നിന്ന് ലോകം അത്ഭുതത്തോടെ നോക്കിക്കാണുന്ന ഒരു ബഹിരാകാശ യാത്രികയായി മാറിയ അത്ഭുത കഥ. നിന്റെ ലക്ഷ്യങ്ങൾ എത്ര ഉയരത്തിലുള്ളതാണെങ്കിലും അവയിലേക്കുള്ള പാത നീ തന്നെ വെട്ടിത്തെളിക്കണം എന്ന് ലോകത്തോട് പറഞ്ഞ ധീരവനിത സുനിത വില്യംസിന്റെ കഥ. 1983 US നാവിക അക്കാദമിയിൽ ചേർന്ന സുനിത 4 വർഷങ്ങൾക്കിപ്പുറം 1987 ആദ്യമായി സൈനിക പദവി നേടി. യുദ്ധ ഹെലികോപ്റ്റർ പൈലറ്റായി പരിശീലനം നേടുകയും 1992 പേർഷ്യൻ ഗൾഫ് യുദ്ധത്തിലും അമേരിക്കയിലുടനീളം നാശം വിതച്ച ആൻഡ്രൂ ചുഴലിക്കാറ്റിൻ്റെ ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും തൻ്റെ ധൈര്യവും കഴിവും ഒരുപോലെ അവർ തെളിയിച്ചു. 30-ലധികം വിമാനങ്ങൾ പറത്തുകയും 2770 മണിക്കൂറിലധികം ആകാശത്ത് ചെലവഴിച്ച അവർ പിന്നീട് നാവിക പരീക്ഷണ പൈലറ്റായി മാറി. യാത്രയിൽ ഓരോ വെല്ലുവിളിയും അവർക്ക് ഒരു പാഠമായിരുന്നു. പരാജയത്തെ ഭയക്കാതെ മുന്നോട്ടു പോകാനുള്ള ശക്തി നൽകുന്ന യാത്രകൾ. ഒരു സ്ത്രീയെ കൊണ്ട് ഇത്രയൊക്കെ സാധിക്കുമോ എന്ന് പറഞ്ഞവരുടെ വായ അടപ്പിച്ചുകൊണ്ട് ചെയ്തു തീർക്കാനുള്ളത് ഓരോന്നിനെയും നിർഭയം അവർ നേരിട്ടു. 1998 നാസയുടെ ബഹിരാകാശ യാത്രിക പരിശീലന പദ്ധതിയിൽ ചേർന്നതോടെ സുനിതയുടെ ജീവിതം പുതിയൊരു തലത്തിലേക്ക് ഉയർന്നു. റഷ്യയിൽ വീണ്ടും അവർ പരിശീലനം നേടുകയാണ്. 2006 ഡിസ്കവറി ബഹിരാകാശ വാഹനത്തിൽ തൻ്റെ ആദ്യ യാത്ര അങ്ങനെ ആരംഭിച്ചു. 195 ദിവസത്തിലധികം ബഹിരാകാശത്ത് ചെലവഴിച്ച് 29 മണിക്കൂറിലധികം ബഹിരാകാശത്ത് നടന്ന് ഒരു സ്ത്രീ എന്ന നിലയിൽ റെക്കോർഡുകൾ സൃഷ്ടിച്ചു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ട്രേഡ് മില്ലിൽ ബോസ്റ്റൺ മാരത്തൺ ഓടി അവർ ലോകത്തിന് കാണിച്ചു, നിന്റെ സ്വപ്നങ്ങൾക്ക് ഭൂമി മാത്രമല്ല ആകാശവും പരിധിയില്ല. 2012 അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് തിരിച്ചെത്തിയ സുനിത എക്സ്പെഡിഷൻ 33 കമാൻഡറായി ചുമതലയേറ്റു. 321 ദിവസത്തിലധികം ബഹിരാകാശത്ത് അവർ വീണ്ടും ചെലവഴിക്കുകയാണ്. 2024 ബോയിങ്ങിൻ്റെ CST-100 സ്റ്റാർലൈനിൻ്റെ ആദ്യ ക്രൂ ടെസ്റ്റ് ഫ്ലൈറ്റ് പൈലറ്റ് ചെയ്ത് അവർ മറ്റൊരു ചരിത്രം രചിച്ചു. ത്രസ്റ്റർ പരാജയങ്ങളും ഹീലിയം ചോർച്ചയും പോലുള്ള സാങ്കേതിക പ്രതിസന്ധികൾ നേരിട്ടിട്ടും അവർ പതറിയില്ല. വെല്ലുവിളികൾ നിന്നെ തളർത്തുമ്പോൾ നിന്റെ ഉള്ളിലെ തീ നിന്നെ മുന്നോട്ട് നയിക്കുമെന്ന് അവർ ഉടനീളം തെളിയിച്ചുകൊണ്ടിരുന്നു. ചൊവ്വാഴ്ച ഇന്ത്യൻ സമയം രാവിലെ 10:35 ഫ്രീഡം ഡ്രാഗൺ പേടകം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അൺഡോക്ക് ചെയ്തത്. നിക്ക് ഹേഗ്, സുനിത വില്യംസ്, ബുച്ച് വിൽമോർ, പിന്നെ റഷ്യൻ കോസ്മോനോട്ട് അലക്സാണ്ടർ ഗോർബുനോവ് എന്നിവരായിരുന്നു പേടകത്തിലെ യാത്രക്കാർ. സ്റ്റാർലൈനർ പ്രതിസന്ധി കാരണം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ ദൗത്യ കാലാവധി നീട്ടേണ്ടി വന്ന സുനിത വില്യംസും ബുച്ച് വിൽമോറും നീണ്ട 9 മാസത്തെ ദൗത്യം ആവേശകരമായി പൂർത്തിയാക്കിയത്. 2024 ജൂൺ 5 ബോയിങ്ങിൻ്റെ സ്റ്റാർലൈനർ പരീക്ഷണ പേടകത്തിൽ സുനിത വില്യംസും ബുച്ച് വിൽമോറും ISS-ലേക്ക് കുതിച്ചത്. വെറും 8 ദിവസം മാത്രമായിരുന്നു ദൗത്യ കാലയളവ്. എന്നാൽ ഇവരെ തിരികെ കൊണ്ടുവരാൻ ആദ്യം പദ്ധതിയിട്ട ബോയിങ് സ്റ്റാർലൈനിൻ്റെ ഹീലിയം വാൾവ് ചോർച്ച മൂലം സുനിത വില്യംസും ബുച്ചും മടങ്ങി വരാനായില്ല. ബഹിരാകാശത്ത് പേശിക്ഷയം, അസ്ഥിസാന്ദ്രത കുറയൽ, വികിരണ ഭീഷണി തുടങ്ങിയ ശാരീരിക വെല്ലുവിളികൾ ഒരുപാട് നേരിട്ടു. എന്നിട്ടും വ്യായാമത്തിലൂടെയും മനോബലത്തിലൂടെയും അവർ അതിനെ അതിജീവിച്ചു. ബഹിരാകാശത്ത് എനിക്ക് ഏറ്റവും നഷ്ടമാകുന്നത് ആ പ്രചോദനത്തിൻ്റെ തീപ്പൊരിയാണ് എന്ന് ഒരിക്കൽ സുനിത പറയുകയുണ്ടായി. അത് നഷ്ടപ്പെടാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല, അത് എൻ്റെ ഉള്ളിൽ കാത്തു സൂക്ഷിക്കണം. അങ്ങനെ 287 ദിവസത്തിന് ശേഷം 2025 മാർച്ച് 19 സുനിത ഭൂമിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ക്രൂ 9 ലാൻഡിങ്ങിന് ശേഷം കൈ വീശി കാണിച്ച് ചിരിച്ചുകൊണ്ടാണ് സുനിത വില്യംസും സംഘവും ഡ്രാഗൺ പേടകത്തിന് പുറത്തിറങ്ങിയത്. നിക്ക് ഹേഗ് ആണ് യാത്രക്കാരിൽ ആദ്യം പുറത്തിറങ്ങിയത്. മൂന്നാമതായി സുനിതയും പുറത്തിറങ്ങി. യാത്രക്കാരെ നിലവിൽ സ്ട്രക്ചറിൽ വൈദ്യ പരിശോധനയ്ക്കായി മാറ്റിയിരിക്കുകയാണ്. ഈ കാലയളവ് അവരുടെ സഹിഷ്ണുതയും പ്രതിരോധശേഷിയും പരീക്ഷിച്ചെങ്കിലും ബഹിരാകാശ യാത്രയുടെ പൊരുത്തപ്പെടുത്തലിൻ്റെ പ്രാധാന്യം ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു. അവരുടെ ദീർഘനാളത്തെ കാത്തിരിപ്പിന് ശേഷമുള്ള മടക്കയാത്ര ഒരു പ്രതിസന്ധിയുടെ പരിഹാരം മാത്രമല്ല, സുരക്ഷിതവും കാര്യക്ഷമവുമായ ബഹിരാകാശ യാത്രയ്ക്കുള്ള നിരന്തര ശ്രമങ്ങളെ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. ഒന്നിലധികം ദൗത്യങ്ങളിലായി 322 ദിവസം ബഹിരാകാശത്ത് ചെലവഴിച്ച സുനിത ബഹിരാകാശ നടത്തത്തിൻ്റെയും ഭ്രമണപഥത്തിൽ ചെലവഴിച്ച സമയത്തിൻ്റെയും റെക്കോർഡുകൾ ഇതിനോടകം സ്ഥാപിച്ചു കഴിഞ്ഞു. നാസയിലെ GS-15 ശമ്പള വിഭാഗത്തിൽപ്പെടുന്ന അവർക്ക് വാർഷികം ഏകദേശം 1.26 കോടി രൂപ ലഭിക്കുന്നു.
ആരോഗ്യ ഇൻഷുറൻസ്, യാത്രാ അലവൻസ്, മാനസിക പിന്തുണ തുടങ്ങിയ ആനുകൂല്യങ്ങളും അവർക്ക് ലഭ്യമാണ്. Mark.comന്റെ റിപ്പോർട്ട് പ്രകാരം സുനിതയുടെ ആസ്തി ഏകദേശം 41.5 കോടി രൂപയാണ്. ഇത് അവരുടെ ബഹിരാകാശ പര്യവേക്ഷണത്തിന്റെ സമർപ്പണത്തിന്റെ പ്രതിഫലിപ്പിക്കുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ നിന്ന് അവസാന നിമിഷങ്ങളിൽ ബഹിരാകാശത്ത് നിന്ന് ഏറ്റവും നഷ്ടമാകുന്നത് എന്താണ് എന്ന ചോദ്യത്തിന് സുനിതയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: എല്ലാം. ഇത് എൻ്റെയും ബുച്ചിൻ്റെയും 3ാമത്തെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയ യാത്രയാണ്. ഞങ്ങൾ ഒരുമിച്ച് ഇതിനെ പടുത്തുയർത്തി. വർഷങ്ങളായി അത് മാറുന്നത് കണ്ടു. ഇവിടെ ജീവിക്കുന്നത് ജനാലയിലൂടെ കാണുന്നതിൽ മാത്രമല്ല, പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു പുതിയ കാഴ്ചപ്പാടും നൽകി. എന്നാൽ അവരുടെ യാത്ര അവസാനിക്കുന്നില്ല. അത് ഓരോ സ്വപ്നങ്ങളിലേക്കും പറക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു വെളിച്ചമായി തുടരും. അനിശ്ചിതത്വങ്ങൾ നിന്നെ പിന്നോട്ട് വലിക്കുമ്പോൾ നിന്റെ ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കൂ എന്നാണ് സുനിതയുടെ ജീവിതം നമ്മോട് പറയുന്നത്. സുനിത വില്യംസ് ഒരു ബഹിരാകാശ യാത്രിക മാത്രമല്ല, സ്വപ്നങ്ങൾക്ക് ചിറകുമുളക്കുന്ന ഒരു പ്രതീകമാണ്. ജീവിതത്തിലെ ഏറ്റവും വലിയ യാത്ര ആരംഭിക്കാൻ നിങ്ങൾക്ക് പ്ലാൻ ഉണ്ടെങ്കിൽ ഇനിയും കാത്തു നിൽക്കണം. ചിന്തിച്ചു നോക്കൂ. Waytonikah.com, the exclusive Muslim matrimonial site.